വെൽക്കം ബാക്ക് ഗൈസ് ടു അനദർ വീഡിയോസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ഡേ. ഓക്കെ, ദാറ്റ് ഈസ് 16 Jan 2025. സോ ആസ് യു ക്യാൻ സീ, നമ്മൾ ഈ ഒരു വയസ്സായിട്ട് എടുത്തു. ഈ ഒരു വയസ്സായിട്ട് എടുത്ത് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദിവസത്തിലായിരുന്നു ഇന്നലെ എന്ന് പറയും. ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി മാർക്കറ്റ് വാച്ചും ടേപ്പ് റീഡിങ്ങും പോലെ അത്രേ ഉള്ളൂ. Okay, let's go deep into it. Okay, so ഒരു ഓപ്പണിംഗ് ഗ്യാപ്പ് ഇത് ഓക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡെയിലി വീക്കാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഇന്നലത്തെ സെയിം സാധനം തന്നെ. ഓക്കെ ഗൈസ്, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. എന്തോ ഒരു പെട്ടെന്നൊരു സാധനം വന്ന് ഞാൻ പേടിച്ചു പോയി. സോ ആ ഒരു ഓപ്പണിംഗ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു വീക്ക് ആൻഡ് ഈ ഒരു വീക്കിന്റെ 0.75 ലോ ഓപ്പണും. ഓക്കെ, നമുക്ക് ആദ്യം ഇതെനിക്ക് നോട്ട് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ദിവസമാണ് ഇത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തേക്ക സാരമില്ല, നമുക്ക് പോവാനില്ലല്ലോ, അതല്ലേ. ഓക്കെ, റൈറ്റ്. സോ നമ്മളത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഗോയിങ് ഡയറക്ട്ലി ടു എ 4 hour ഫെറോയിലേക്ക്, അല്ല 4 hour ടൈം ഫ്രെയിം. കാരണം ഇവിടെ ഒരു 4 hour ഇന്നലെ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 4 hour ഫെറോയിലേക്ക് ഉണ്ടാക്കി. ഈ ഒരു 4 hour പ്രത്യേകതയുണ്ട്, ഞാൻ പറയാം. ഇവിടെ ഒരു 4 hour ഫെറോയിലേക്ക് ഉണ്ടാക്കിയത്. ഞാൻ ജസ്റ്റ് ഫോർ ദ റെഫറൻസ്, ഇനി ഒരു 4 hour അവിടെ ഒരു 1 hour ഉണ്ട്. ഓക്കെ, ഞാനത് എടുക്കും, എന്തിനാന്ന് പറഞ്ഞു തരാം. ഓക്കെ, 4 hour ഫെറോയിലേക്ക് ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട്. എല്ലാവരും ടൈം ഫ്രെയിം ഫ്യൂച്ചറിൽ നോക്കി കഴിഞ്ഞാൽ അറിയട്ടെ. Directly going to hourly. ഈ ഒരു ഫെയർവാലിക്കാപ്പാണ് ഞാൻ കൂടുതൽ നോക്കിയത്. അതിൻ്റെ കൂടെ ഒരു ഇൻവേർഷൻ ഉണ്ട്. ബട്ട് ഇതിനെ പ്രത്യേകതയാണ്, ഞാൻ ചെറിയ ടൈം ഫ്രെയിം നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ആ അവർലി ഫെയർവാലിക്കാപ്പ് എടുക്കുന്നു. ഫൈൻ, ഇതൊക്കെ ഇത് H1 ആണ്. ആൻഡ് ആസ് യു ക്യാൻ സീ, ഇതായിരുന്നു ഇന്നലത്തെ എൻ്റെ ബൈ സൈഡ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നലെ ഈ ബൈ സൈഡ് എടുക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതായിരുന്നു ഇന്നലത്തെ പ്രീവിയസ് ഡേ ഹൈ. ബൈ സൈഡിൻ്റെ അവിടെ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ആ പ്രീവിയസ് ഡേ ഹൈ എടുത്തു.
ഞാൻ ഒത്തിരി ഒന്നും താഴോട്ട് പോകണമെന്ന് എനിക്കില്ലായിരുന്നു. അവിടെ ഒരു 7 o'clock ലോ ഉണ്ടായിരുന്നു. ഓക്കെ, അതെടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ അത്ര നല്ല പ്രൈസ് ആക്ഷൻ ഒന്നും അല്ലായിരുന്നു. ഒരു വല്ലാത്ത പൊട്ട പ്രൈസ് ആക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേ ന്യൂയോർക്ക് പിന്നെ ഉണ്ടായിരുന്നു. ഇവിടെ 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 അല്ല, ഇവിടെ ആയിരുന്നു തോന്നുന്നു. അല്ല, അതിലല്ല, അവിടെ ഒന്നും അല്ല, പ്രീ ന്യൂയോർക്കിൽ തന്നെയായിരുന്നു തോന്നുന്നു. കാണിച്ചു തരും, ഞാൻ എന്തോ ഇഷ്ടം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, ഇതാണ് ആ 1 hour ഫോട്ടോ എടുത്തോ. ഇല്ല, 1 hour ഇനി എന്താ ഇവിടെ ഈ ഒരു വേറെ സ്റ്റിൽ അൺമിറ്റിക്കേറ്റഡ് ബ്രേക്കർ അത് ഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഫെയർവെലിക്കപ്പുണ്ട്. ബൈസൈഡ് ഇവിടെ ഉണ്ട്. ഇതാണ് ഫൈനൽ ബൈസൈഡ്. സോ ദാറ്റ്സ് ഫൈൻ. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇത് തോന്നുന്നു, എനിക്ക് വല്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെ പൊട്ട പ്രൈസ് ആക്ച്വലി ഉണ്ട്, അത്ര പൊട്ടയായിരുന്നു. അതാ ഞാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതൊരു മൈനർ ബൈസൈഡാണ്. എന്താണ് നമ്മൾ ഞാൻ പറഞ്ഞ മറ്റേ ഡെയിലി ഹൈസും നമ്മുടെ മെയിൻ ബൈസൈഡൊക്കെ. സോ സീക്വൻസി നമ്മുടെ 7 മണിക്ക് ഇവിടെ ഓപ്പൺ ആക്കി ചെറുതായിട്ട് താരോട്ട് വന്നു. പക്ഷെ ഈ ഒരു 4 hour ഗ്യാപ്പ് ഉണ്ടാക്കാൻ സഹായിച്ച, അതായത് 4 hourന്റെ ലോയാണിത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 4 hour ഫെയർ ഗ്യാപ്പിലേക്ക് മെൻഷൻ ചെയ്തത്. വരാൻ ചാൻസ് ഉണ്ട്. ആ, എനിക്കിങ്ങനെ ലൈവ് മാർക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതൊരു 10 മിനിറ്റ് ഡിലേ വന്നു തുടങ്ങി. എന്തോന്നില്ല അറിയത്തില്ല. ഇതിന്റെ പേര് എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഇപ്പോഴും ഒരു അക്കൗണ്ട് എന്തോ എടുത്തപ്പോ കിട്ടിയത് 1 മാസത്തെ. അത് കഴിഞ്ഞാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഇത്രയും ദിവസത്തേക്ക് ട്രേഡ് ചെയ്തത് കിട്ടത്തില്ല, പേടിക്കണ്ട. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ ഇച്ചിരി താഴോട്ടേക്ക് വന്നു. അതായത് ഈ ഒരു 2 ലോസ് എടുത്തു. ഇതിന്റെ എല്ലാത്തിന്റെയും ബോഡീസിന്റെ താഴെയും പോയിട്ടുണ്ട്. റൈറ്റ്, എന്നിട്ട് നമ്മള് ഇവിടെ ഇത് എന്താ പറയുക, ഒരു വാട്ടർ ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യുക. അവിടെ വന്ന് മേലേക്ക് പോയി ഫൈൻ. ഞാൻ അതൊരു സെൽ സൈഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 7 മണി കഴിഞ്ഞിട്ടുള്ള സെൽ സൈഡ് പ്രിയ ന്യൂയോർക്ക് ആൻഡ് ആഫ്റ്റർ 7 o'clock ആൻഡ് ബിഫോർ 8:30. ഓക്കെ, അതാണ് ഇതായിരിക്കും. അപ്പൊ അല്ല, 8:30 ഹൈ ഇതെന്തോ ആയിരുന്നു. പോയി അടിച്ചു കയറിപ്പോയി. ഇവിടെ 8:30 തുടങ്ങി. ഓക്കെ, അടിച്ചു കയറിപ്പോയി. ബൈ സൈഡ് എടുത്തു. നമ്മുടെ ആ വീക്കിലി ഓപ്പണിംഗ് പോകാറ്. എനിക്ക് ചിലപ്പോൾ ഇത് ഡെയിലി ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഓപ്പണിംഗ് ഗ്യാപ്പിലേക്ക് പോയി. Look at the price respecting each points. Okay, fine. അതത്രേ ഉള്ളൂ. ഓക്കെ, സോ ഡയറക്റ്റ് 5 മിനിറ്റ് അത്ര വൃത്തികെട്ട പ്രൈസ് ആക്ഷനാണ്. ഞാൻ ഇവിടെ എൻട്രി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വല്ലാത്ത പ്രൈസ് ആക്ഷൻ, പട്ടിക്കാട്ടാന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ പ്രൈസ് ആക്ഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കണ്ടില്ലേ, ഇതൊരു ലോ അല്ലേ. ഈ ഒരു ലോ എടുത്തു, എന്നിട്ട് നല്ലൊരു ഇതെടുത്തിട്ടില്ല. പക്ഷെ ഫൈൻ, കുഴപ്പമില്ല. ഈ സെയിം സാധനം ഈ ഒരു 1 hour ഫെയർ ഗ്യാപ്പിലേക്ക് വരുന്ന ഞാൻ ചിലപ്പോൾ എന്താ ഒരു പൊട്ട എന്താ ന്യൂയോർക്ക് തുടങ്ങുന്നതിന് മുന്നേ എടുത്തേനെ. ഡ്യൂ ടു ദാറ്റ് നമുക്ക് നടന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഭാഗ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല.
ഞാൻ പി എം സെക്ഷൻ നോക്കിയില്ല, ഞാൻ ജസ്റ്റ് എ എം സെക്ഷൻ മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ കേട്ടോ. ആസ് യു ക്യാൻ സി ഇവിടെ ഒരു എസ് എം ടി ഫോം ആയിട്ടുണ്ട്. ടൈമിംഗ് ഒക്കെ 9:25, 9:45. 9:25 അല്ല 9:45. ഈ ഒരു എസ് എം ടിയും കൂടെ ഉണ്ടായപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. താഴോട്ട് എടുക്കാൻ. ഓക്കെ, സോ ഇത് എവിടുന്ന് എടുക്കുവാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഇതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഇത് എടുക്കാൻ ശ്രമിച്ചു. എടുത്തേക്ക് പറഞ്ഞുതരാം, പേടിക്കണ്ട. എന്തോന്നറിയത്തില്ല, വല്ലാത്ത ഉറക്കം വന്നിരിക്കുക, വല്ലാത്ത ഉറക്കം. ഓ സോറി ഗൈസ്, ഞാൻ ഇടയ്ക്കൊരു പോസായി പോയത്. ഓ ഇവിടെ 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് മാർക്ക് ചെയ്യാൻ കാരണം ആ മൈനർ ബൈ സൈഡ് എടുത്ത് പോയപ്പോൾ ഉണ്ടായ ഒരു 15 മിനിറ്റ് ആണ്. വേറെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. വൃത്തികെട്ട പൈസ ഞാൻ ഈ 15 മിനിറ്റിനൊക്കെ എടുത്ത് കളയുക, ആവശ്യമില്ല. ഇവിടെ 5 മിനിറ്റ് ഒക്കെ ഉണ്ട്, പാട്ടിക്കാട്ടം വേണ്ട, ആവശ്യമില്ല. എനിക്ക് 5 മിനിറ്റ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയും, ഒരു പണ്ണാൻ കട്ടയില്ല 5 മിനിറ്റ്സ്. നമ്മളെ പൊട്ടനാകും പോയി ഒമ്പാര്. അല്ലെ, സത്യമായിട്ട് ഈ ഒരു ആഴ്ചയിൽ എനിക്ക് 2 പെർഫെക്റ്റ് ആയിട്ട് 6 ദിവസം കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്ട്രാറ്റജി വർക്ക് ചെയ്ത് പ്യുവർ പ്രൈസ് ആക്ഷൻ തന്നിട്ടുള്ളത് പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ് ശരിക്കും. ഒരു 1% കുറിച്ച് റിസ്ക് ചെയ്യാനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ നിങ്ങളൊരു 45% അപ്പായിരിക്കും. എനിക്ക് എത്ര 2 ട്രേഡ് എന്തോ 3 ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം 2 വെച്ച് കിട്ടും. ഒരു 1% റിസ്ക് ചെയ്തെടുത്ത നല്ല നമ്മളൊരു പ്ലാൻ ഉണ്ട്. പ്ലാൻ എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് ഇപ്പം എടുത്തോ. 5 മിനിറ്റിൻ്റെ എടുത്തു അല്ലേ. ഓക്കെ, നമുക്കിനി നമ്മുടെ മെയിൻ ടൈം ഫ്രെയിമിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന 2 ന്യൂ ഡേ ഓപ്പണിംഗ് ഗ്യാപ്പ് ഉണ്ടോ, റെഗുലർ ട്രേഡിംഗ് അവർ ഓപ്പണിംഗ് ഗ്യാപ്പ്, ഇത് പ്രീവിയസ് ഡേ ആണ്. പ്രീവിയസ് ഡേ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേൻ്റെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് ഇവിടെ ഓപ്പണായി. ഇതിവിടെ എവിടെയാണ് അതിൻ്റെ 0.25 ലെവൽ. ഓക്കെ, എത്ര MA വരുള്ളൂ. ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിന് മിനിമം ഒരു 0.5% പോകുന്നത് ശരിക്കും നല്ലതാണ്. സോ അതെന്തായാലും ഇന്നലെ പോയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്നലത്തെയും കൂടെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൻ്റെ എന്താ പറയുന്നത് അനട്ടേഷൻ എടുത്ത് ഇന്നും കൂടെ വർക്കാവും നോക്കാൻ എടുത്തെടുത്തത്. അത് ചുമന്ന കളറിലുമാണ് ഞാൻ എടുത്തിട്ടത്, പ്രീവിയസ് ഡേ ആയതുകൊണ്ട്. ഓക്കെ, ചാർത്തരം ആശം കുളയ്ക്കണം. ഓക്കെ, ഞാൻ അതുകൊണ്ട് അതെടുത്തിട്ടു. പിന്നെ യൂഷ്വലി ഇന്നത്തെ ഏതാ നമ്മുടെ ഈ കളർ തന്നെ ആയിരിക്കും. ഈ കളർ ഇന്നലത്തെ, ഈ കളർ ഇന്നത്തെ. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോവല്ലേ. ഒന്നുകൂടെ തൊട്ട് കാണിച്ചു തരാൻ വേണമെങ്കിൽ. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ മൗസ് പോയിന്റർ നോക്കണേ, 0 റെഗുലർ ട്രേഡിംഗ് അവർ പച്ച കണ്ടോ, അത് ഇന്നത്തെ ഞാൻ ഉദ്ദേശിച്ചത് 15-ാം തീയതി. ഇത് ചുമന്ന 14-ാം തീയതി. ഓക്കെ ഫൈൻ. സോ ഇവിടെയാണ് നമ്മുടെ കളികളെല്ലാം നടക്കുന്നത്. സോ ഞാൻ ആദ്യം മറ്റേ ഇത് പറഞ്ഞുതരാം. ശരി, അത് ഞാൻ പറഞ്ഞില്ല. ഇതൊരു നല്ല ലോ ആണ്, സ്ട്രോങ് ലോ ആണ്. കാരണം ഇത്രയും എടുത്തിട്ട് കയറി ഈ ഒരു സ്ട്രോങ് ലോ ഇവിടെ എടുത്തു. ആൻഡ് ഇതാ 7 മണിക്ക് ശേഷമാണ് നടക്കുന്നത്. 7 മണിക്ക്
കരിഞ്ഞിട്ടൊരു നല്ല ലിക്വിഡിറ്റി എടുക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഒരു BPR ഉണ്ടാക്കി. BPR ഉണ്ട് പെർഫെക്റ്റ് ആയിട്ട് അത് ടച്ച് ചെയ്ത് അടിച്ച് കയറി. പിന്നെ അത് താരം വന്നു പ്രീവിയസ് ഡേ 0.5 ലെവലിൻ്റെ ഒരു ട്രേഡിംഗ് ആവുന്നുണ്ട്. ഓപ്പണിംഗ് ക്യാപ്പ് തൊട്ട് കയറി കയറി അടിച്ച് കയറിപ്പോയി. അത്രേ ഉള്ളൂ. ഓ കമ്മിങ് ടു അവർ പോയിന്റ്, ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇച്ചിരിയും കൂടെ രസം തോന്നുന്നില്ലയോ, ഈ സാധനം ഇവിടെ വരെ കയറിയിട്ട് ഇങ്ങനെ പോയെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ എടുത്തിരിക്കും. കാരണം നമുക്ക് ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു ലിക്വിഡിറ്റി എന്നല്ല, നമുക്ക് പേടിയില്ലാതെ എടുക്കാൻ പറ്റും. എന്തോ എനിക്ക് ഇതിന്റെ കാര്യമൊന്നും പോകണമെന്ന് ഒട്ടും ആഗ്രഹിക്കില്ല. ഓക്കെ, അതെ, നമ്മളൊരു 4 hour ഫെയർ വാല്യൂ ക്യാപ്പിന്റെ ഒരു 0.5 ഒരു 1 hour ഫെയർ വാല്യൂടെ കയറിയിട്ടാണ് നമ്മൾ പോണത്. ഒബിയസ്ലി ഇച്ചിരി കോൺഫർമേഷൻ കിട്ടും. മൈനർ ബൈ സൈഡ് എടുത്തു. ഇവിടെ നമ്മുടെ മേജർ ബൈ സൈഡും എടുത്തു. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റിംഗ് ഇങ്ങനെ തരുന്നതാണ്. ഈ ഒരു ടോ എടുക്കും, ഇവിടെ സ്വീപ്പ് ചെയ്യാന്നുള്ളൂ. പക്ഷേ ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിരുന്നു, ഇവിടെയും സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു ലോയിൻ്റെ തരം. And this is where 9:30 starts. ഇവിടെയാണ് ഇതിനെയാണ് ഞാൻ ഫസ്റ്റ് പെർസെൻറ്റ് ഫെയർ വാല്യൂ ക്യാപ്പിൽ എടുത്തിരിക്കുന്നത്. എനിക്ക് ആഫ്റ്റർ എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞോടാ, ന്യൂയോർക്ക് സെക്ഷൻ്റെ ഇവിടം വരെ കയറ്റം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 3 ന്യൂയോർക്ക് വരെ മതി. ഐ മീൻ AM സെക്ഷൻ മാത്രം മതി. ഓക്കെ ഫൈൻ. സോ ലിക്വിഡിറ്റി എടുത്തു. ആൻഡ് 1 minute ക്യാൻഡിൽസ് ഇതിന്റെ മണ്ടയ്ക്ക് കയറി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഫൈൻ, നോ പ്രോബ്ലം. അത്ര പ്രോബ്ലം ചെയ്യില്ല. നമ്മളെവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, കൂടാതെ നമ്മുടെ ഫസ്റ്റ് പെർസെൻറ്റ് ഫെയർ വാല്യൂ ക്യാപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ബട്ട് ഈ ലോ, ഈ 2 ലോസ് റിലേറ്റ് ചെയ്യിക്കുക ലോസ് ആയിട്ട് ഇവിടെ ആയി. ഓക്കെ, ഞാൻ പിന്നെ ശ്രദ്ധിച്ചത് ആദ്യം ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ റിയൽ ആയിട്ടല്ല, ഐ മീൻ ഇങ്ങനെ തൊട്ട് വെക്കും ഞാനിവിടെ. ഓക്കെ, അങ്ങനെ ഡൈവ് തന്നെ. സോ സോറി ഗൈസ്, എനിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പോസാണ് കേട്ടോ. സോ പിന്നെ കയറി അതുപോലെ ഞാൻ റിയാക്ട് ചെയ്യുമായിരിക്കും. ഇവിടെ ഒരു നല്ല റിജക്ഷൻ അങ്ങ് കിട്ടി. ശരിക്കും വിചാരിച്ചു ഇവിടെ അണ്ണ എടുക്കാന്ന്, വേണ്ടി വന്നില്ല. അത് പിന്നെ ട്രേഡ് ചെയ്ത് പോയി, കുഴപ്പമില്ല. അങ്ങനെ ഈ ഒരു ബൈ സൈഡ് ഇവിടെ എടുത്തു, പിന്നെ ഒരു ചെറിയൊരു ബൈ സൈഡ്. അപ്പോൾ ഇതെന്ത് ഇവിടെ ഒരു SMT ആയി. എന്നിട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് കിട്ടിയ ഒരു റിജക്ഷൻ. ഞാൻ മണ്ടയ്ക്ക് പിന്നെ ഒറ്റ ക്യാനിൽ ഒരു ക്ലോസ് ആയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ എന്ത് ചെയ്തു, ഞാൻ നീട്ടി വരച്ചിട്ടല്ലോ അല്ലേ, എനിക്ക് ആ ഒരു ഇതിൻ്റെ ഞാൻ മാത്രം ഈ കോർഡിനേറ്റ് ഇച്ചിരി നീട്ടി വളർത്തി. ഓക്കെ, ഈ തോന്നുന്നു എൻ്റെ അത് റെസ്പെക്ട് ചെയ്ത് കാണുന്നില്ല. അവിടെ വരെ പോകാനുള്ള കാർഡ്സ് ഇല്ലായിരുന്നു മാർക്കറ്റ്. സോ അവിടെ നിന്ന് എടുത്തു. ആൻഡ് കൊന്നിട്ട് കാണാം. ഈ ന്യൂ വീക്കലി ഓപ്പണിംഗ് ക്യാപ്പിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ നല്ലൊരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, താഴോട്ട് വന്നു. ആൻഡ് പ്രീ ഓപ്പണിംഗ് ക്യാപ്പിൻ്റെ അതായത് 8:30 ഇവിടെ അല്ലേ, അതിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞതിന് ചെറിയ റെസ്പെക്ട് തന്നു. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാം, 1, 2, 3 തവണ നമ്മുടെ ഫസ്റ്റ് പെർസെൻറ്റ് ഫെയർ വാല്യൂ ക്യാപ്പിൻ്റെ വിക്ക് വന്നു നല്ല റിജക്ഷൻ. പക്ഷെ 3ാമത്തെ തവണ ഒന്നും അത്ര വലിയ റിജക്ഷൻ കിട്ടിയില്ല. ഓക്കെ, ഓ ഈ ഒരു റിജക്ഷന് കുഴപ്പമില്ല, കയറി പോകണമായിരുന്നു ഇവിടെ വന്ന.
ഇവിടെ വന്നാലും കയറിപ്പോണാണ്, പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു അനക്കവും ഇല്ല കേട്ടോ. ഒരു നല്ല ബിയറിഷ്നെസ്. നിങ്ങൾ ഈ ഒരു 3 ക്യാൻഡിന്റെ ബോഡി എവിടെയാന്ന് നോക്കുക. ഓക്കെ, സോ ഇവിടെ അല്ലേ 3 ക്യാൻഡിന്റെ ബോഡി. ഇപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി കണ്ടോ. ജസ്റ്റ് നമുക്ക് എന്താ പറയുന്നത്, കണ്ണ് വെച്ച് കാണാൻ പറ്റും. ഈ ബോഡി ക്ലോസ് താരെ കിട്ടിയാണ്. ഇങ്ങനെ ഒരു ബോഡി ക്ലോസ് താരെ കിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എൻട്രി എടുക്കും. ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ ഇതെന്താ ഈ 3 അപ്പ് ക്ലോസ് ക്യാൻഡിറ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ആവത്തില്ലേ. എന്നിട്ട് താരെ അതിന്റെ ക്ലോസ് ആയി നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഓർഡർ ബ്ലോക്കിലേക്ക് പോയി. ഇതിവിടെയാണ് ഞാനൊരു ചെറിയ പ്രശ്നം. ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നാമത്തെ ചോയ്സ് ഇവിടുന്ന് എടുക്കാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, 19 പോയിന്റ് എന്തോ അതിൻ്റെ എവിടെ നിങ്ങൾ ടാർഗറ്റ് വെക്കും. ഇവിടെ ടാർഗറ്റ് വെക്കുകയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എവിടെ നിങ്ങൾ ടാർഗറ്റ് വെക്കുവാണ്, ഇവിടെ നിന്ന് നിങ്ങളൊരു 0.75 ക്വാണ്ടിറ്റി എടുക്കണം. കാരണം ഈ ഒരു ടൈമിനൊരു പ്രത്യേകതയുണ്ട്. ഈ 9 മാക്രോ ആണ്. ഇതിങ്ങനെ എന്താ പറയുന്നേ, പോവാണെങ്കിൽ തന്നെ പെട്ടെന്ന് പോകണം എനിക്ക് ഇതിൻ്റെ അടിയിൽ. പക്ഷെ ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഊമ്പിച്ചാണ് ഇത് പോയത്. ഇവിടെ വരെ നിങ്ങൾക്ക് നല്ല ആറൊക്കെ കിട്ടും, അതൊക്കെ ശരി. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലിക്വിഡിറ്റി ആണ് ഇവിടെ. നോക്കാം, ഇവിടെ ഒരു ലോ, ഇവിടെ ഒരു ലോ, ഇവിടെ ഒരു ലോ. നല്ല സ്ട്രോങ് ഇതാണ് ഇവിടെ. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതല്ല, ഞാൻ ഇന്നലെ ഒരു ട്രേഡ് നോക്കിയത് അത് ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ് വെച്ചത്. പക്ഷെ ഞാൻ എവിടെയാണ് ഇത് വെച്ചെന്നറിയോ, സ്റ്റോപ്പ് ലോസ്. ഞാൻ വെച്ച സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ, 40 ഇവിടെയാണ് ഞാൻ ഇന്നലെ വെച്ചത്. ഇങ്ങനെയാണ് ഞാൻ ഇന്നലെ വെച്ചത്. പക്ഷെ അത് അത്ര ടൈം എടുന്നറിയും. ഇതിന് ഊമ്പി ഒരു മാർക്കറ്റ് കാരണം ഇങ്ങനെ പോയി അടിച്ചു, കുഴപ്പമില്ല, അടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ വരെ അത് എടുത്തിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാനിപ്പുലേഷൻ ചെയ്ത വിക്കിൻ്റെ അനോട്ടേഷൻസ് എടുത്തപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു വീക്ക്ലി ഓപ്പണിംഗ് ക്യാപ്പ്, ആ ഒരു വിക്ക്, അതെല്ലാം അലൈനാണെങ്കിൽ ഒരു ഏരിയ ജസ്റ്റ് എനിക്ക് തൊട്ടിച്ചിരി മണ്ടയ്ക്കൊന്ന് വായിച്ചു. ഒരു 40 പോയിന്റ് എടുക്കുമോ അങ്ങനെ. ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തെന്ന് വെച്ചു. ഇവിടുന്ന് എടുക്കുമ്പോൾ ഇവിടുന്ന് എടുക്കത്തില്ല, ഇവിടെയാണ് ഞാൻ വെച്ചത് 40 പോയിന്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നാമ്പരെങ്കിലും ഞാൻ എൻ്റെ ഒരു 50 or 75 കളയണം. ബാക്കി ഹോൾഡ് ചെയ്യാവും ശരിക്കും. കാരണം ഇതാണ് നമ്മുടെ ഇവിടെ, ടു ബി ഹോണസ്റ്റ്, നല്ല ലിക്വിഡിറ്റി വേർഡാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു റിജക്ഷൻ കണ്ടാവുന്നു. വിചാരിച്ചു ഇവിടെ നിന്ന് മണ്ടയ്ക്കോട്ട് വരെ നോക്കണം. ഞാൻ ഇവിടെ നോക്കിയിരിക്കുമായിരുന്നു. അത് അവിടേക്ക് വരാം, ഞാൻ വരാം പേടിക്കണ്ട. ഇതിന്റെ റിജക്ഷൻ ബ്ലോക്ക് പിന്നെ ഞാൻ നോക്കി ഇവിടെ വല്ലതും എടുക്കാൻ പറ്റുമോ. ഇവിടെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ ഉണ്ടായിരുന്നു, എന്തോ ഞാൻ മറന്നുപോയി. ഈ ഒരു ഫെയർ മേടിക്കാം, ഇച്ചിരി കടും പച്ചയോട് ഞാൻ മാർക്ക് ചെയ്തു. എൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് എടുത്ത് കളയാം. എന്തൊരു വൃത്തികെട്ട പൈസ നിങ്ങൾ. പിന്നെ വേറെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ നിങ്ങളെ പോയിട്ട് ആ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടെന്ന് വെക്കുക. ഞാനൊക്കെയാണ് ചിലപ്പം ബ്രേക്ക് ഈവനിൽ നിന്ന് തന്നെ എക്സിറ്റ് ആവും. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിനകത്ത് ഇന്നലെ പിന്നെ ഇതിൻ്റെ താരം എക്സിറ്റ് ആവുക, ഇവിടെ ഫുൾ എക്സിറ്റ് ആവുക. കാരണം ഇങ്ങനൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തികെട്ട സാധനമാണ്. ഇത് ഓർഡർ ബ്ലോക്കാണ് കേട്ടോ, ഞാൻ അറിയാതെ ബ്രേക്കറാക്കി ഇട്ടതാണ്. നമുക്കിത് വേണമെങ്കിൽ ബ്രേക്കറായിട്ടൊന്നും പറയാം. ഓക്കെ, ഇത് അത്രേ ഉള്ളൂ. ഇവിടെ ഒരു റിയാക്ഷൻ ബ്ലോക്ക് ഉണ്ട്, അത് ഇവിടെ കണ്ട കറക്റ്റ് കേട്ടാൽ മനസ്സിലാവും. ഇവിടം വരെ വന്നത് എടുത്തില്ല. ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താരെ, ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താരെ ഇവിടെ എക്സിറ്റ് ആക്കി. ഇവിടെ പക്ക ഒരു അടിപൊളി സ്കാച്ച് നടക്കും. ഇവിടെ വെക്കുക, ഇവിടെ 19 പോയിന്റ് 16 16 to 6 1:1 6 വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടി.
ഈ ഒരു ഡോയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു ബോഡി ക്രോസിന്റെ താരം വെച്ച് 0.5 ആറ് കിട്ടിയിട്ട് പിന്നെ അത് അടിവെച്ച് കയറിപ്പോയി. നോക്കണം നിങ്ങൾ അത് എവിടെ കാണിക്കുക. അതിപ്പോൾ റെഗുലേറ്റർ അടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ക്യാപ്പ് ഇവിടെ കണ്ടിട്ട് ഈ ഒരു ചെറിയൊരു പൈസ അത് എടുത്തിട്ടാണ് താരം പോയി അടിച്ചത്. ഓ ഫൈൻ, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ താരം പോയി ഈ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഞാൻ അവിടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ കണ്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ട് ഈ ഒരു കറുത്ത ക്യാൻഡിൽ ഇതൊരു വേണമെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാമല്ലോ. ഞാൻ എൻ്റെ മണ്ടയ്ക്കിടുന്ന എൻ്റെ ക്ലോസ് കിട്ടണമെന്ന് വിചാരിക്കുക. ഓക്കെ, കിട്ടി. ഞാനപ്പോൾ ഇവിടുന്ന് ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ സങ്കടമാവുന്നത്. ഇവിടുന്നൊക്കെ ഒരു എൻട്രി എടുത്തെന്ന് വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കുക. ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് ഇവിടൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇച്ചിരി ടൈറ്റ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നും കൊണ്ടുവെക്കാറില്ല. ഇവിടെ ഇങ്ങനെ വെക്കാറുള്ളൂ. ഒരു ഇങ്ങനെയൊക്കെ വെക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ 27 ഞാൻ ചിലപ്പോൾ ഒന്നെങ്കിൽ 25 വെക്കും, അല്ലെങ്കിൽ ഒരു 30 വെക്കും. ഞാൻ നോർമലി ചെയ്യാറ്. ഇത് കണ്ടോ, ഈ ഒരു വിക്ക് പോയത് കേട്ടോ, ഇത് റെസ്പെക്ട് ചെയ്തില്ലാന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് കിട്ടിയ റിജക്ഷൻ അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുക്കാം. എൻട്രി എടുത്ത് ഇവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. എന്നിട്ട് എവിടെ ടാർഗറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ 1 ടാർഗറ്റ് ചെയ്യുക. 1:1 ഇത്രയും വല്ലതും ടാർഗറ്റ് ചെയ്യുക. പിന്നെയും കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ സന്തോഷത്തോടെ വീട്ടിയിരിക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രേഡ് നല്ലതായിരുന്നു ഹോൾഡ് ചെയ്യാനും. പക്ഷെ ഞാൻ ആ എടുത്ത ട്രേഡ് ഇവിടുന്നാണെങ്കിൽ 9:50 10:52 ഒരു മണിക്കൂർ 2 മിനിറ്റ് ആ ട്രേഡ് ചെയ്ത്. ഇവിടെ പിന്നെ എന്നിട്ട് വൃത്തികെട്ട പ്രൈസ് ആക്ഷനാണ് ഞാൻ സീരിയസായിട്ട് പറയാം. ഈ സെയിം സാധനം ഞാൻ എടുത്തത് ഞാൻ കാണിച്ച് ഏതാ ഇവിടെ 2 വെച്ചേ. ഇതല്ല, ആ ഇത് ഞാൻ രണ്ടാമത് എടുത്തെന്ന് പറഞ്ഞില്ല, മറ്റേ ഇത് ഇവിടുന്ന് എടുത്തുന്ന. അതെവിടുന്നായിരുന്നു എടുത്ത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഞാൻ എടുത്താലും ശരിയാ. ഇവിടെ ഈ ഒരു ചെറിയ ഫെയർ വാല്യൂ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് എടുക്കുക, ഇവിടെ വല്ല സ്റ്റോപ്പ് വെക്കുക, 1:1 ഇറങ്ങുക. അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങണം ഞാൻ. പക്ഷേ അതല്ല ഫസ്റ്റ് ഇതാണ് ഞാൻ എടുത്തത്. ഇതാണ് ഞാൻ ശരിക്കും നിങ്ങളെ ഇപ്പൊ കാണിച്ചത്. അവിടുന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അതെടുത്തു, ഇതെടുത്തു. ആൻഡ് പിന്നെ ഇടുന്നവരേക്കും ശേഷം പിന്നെയും തുടങ്ങിയപ്പോൾ ഞാനിവിടെ എക്സിറ്റ് ആയി. ഓക്കെ, 2 ട്രേഡും പിന്നെ ഒരു ബ്രേക്ക് ഇവൻ അവർ ചിലപ്പോൾ ഒരു 1:1 എല്ലാം കിട്ടുമായിരിക്കും. അത്രേ ഉള്ളൂ. 1:1 കിട്ടത്തില്ല. എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്കിനി മറ്റൊരു സാധനം താരെ കൊണ്ടുവരാം. ഓക്കെ, എന്നെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എനിക്ക് മറ്റേ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റത്തില്ല. 10 മിനിറ്റ്സ് ഡിലേ ആയിപ്പോയില്ലേ. സാരമില്ല, ഇത് ഓക്കെ ഓക്കെ ആണ്. ഓക്കെ ഫൈൻ. സോ കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. Hope you find something useful in this messy price action. Okay, ഒട്ട പ്രൈസ് ആക്ഷൻ ആണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ചെറിയ കാര്യം പ്ലാൻ ചെയ്ത ഒരു അക്കൗണ്ട് എടുത്താലോ. അതായത് 20-ാം തീയതി ഞാൻ അക്കൗണ്ട് എടുക്കാനാണ് പ്ലാൻ. 20-ാം തീയതി അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു 4 ദിവസം കിട്ടും. പ്ലസ്
ഇതിന്റെ തേർഡ് വീക്ക് വരെ എനിക്ക് കിട്ടും. ഫ്രൈഡേ ആണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടോപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇവരുടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് ഒരു അടിപൊളി ഓഫർ ഉണ്ടായിരുന്നേ. കാണിച്ചു തരാം. അയ്യോ, എനിക്കിത് സങ്കടമാവുകയും ഞാൻ എടുക്കുമ്പോൾ മാത്രം $40 എന്തേന് ഇതിന് ഇതിന്റെ ഒരു ചെറ്റത്തരം ആക്ടിവേഷൻ ഫീ ഉണ്ടോ? $120 $130 കൊടുക്കണം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒരു നോ ആക്ടിവേഷൻ ഫീസ് ഉണ്ട്. അവിടെ $90 ഉള്ളു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, ഞാൻ ഈ കഴിഞ്ഞ മാസം ഇതെടുത്തിട്ട് ഒരു കൂപ്പൺ കോഡ് അടിച്ചപ്പോൾ ഇതെനിക്ക് $52 $53 കിട്ടി. നോ പേ ഫീ ഉണ്ട്. പക്ഷെ ആ കൂപ്പൺ കോഡ് നായിന്റെ മക്കളെടുത്ത് കളഞ്ഞു. എനിക്ക് സങ്കടമാവുന്ന എന്താണെന്നറിയാം, ഇങ്ങനെ ചെറ്റത്തിരി ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥയാണ്. ഉഫ്, കണ്ണ് നിറഞ്ഞു പോകും. പിന്നെന്താ, എടുക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിന് ഇത്ര പൈസ ഇതല്ലെങ്കിൽ എനിക്ക് താല്പര്യം എടുക്കണം എന്നുള്ള യുവന്മാരുടെ. യുവന്മാർക്ക് 90% പ്രോഫിറ്റ് സ്പ്ലിറ്റ് വന്നു അല്ലേ? ഡ്യൂ ഏൺ മോർ വിത്ത് 90-10 ഇൻക്രീസ്. ഓ, അത് കൊള്ളാമല്ലോ. നോക്കാം, ലോഗിൻ ചെയ്യാം. യുവന്മാരുടെ എന്ന് വെച്ചാൽ ഇതേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനാണ് $27. ആശം പൈസ കുറവാണെന്ന് ഞാൻ, അതാണ് എനിക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞായിരുന്നു. ഞാൻ 5% ഓഫ് എന്താ കിട്ടും ഒരു ഡിസ്കൗണ്ട് കോഡ് അടിച്ചാൽ. അതൊന്നും എടുക്കണമെന്നോ? ഇതാണ് ശരി ഓർത്താണെന്ന് വെച്ചാൽ ഇതെടുത്താ, അതായത് ജയിച്ചു കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ നോക്കാം, 50 അല്ലേ ബാക്കി, മറ്റേത് 27 എക്സ്ട്രാ നിങ്ങൾ കൊടുക്കുക. നോക്കട്ടെ, എടുക്കണമെന്നുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. എന്തുവാ എന്തോ ഇവന്മാര് ഇങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. റാപ്പിഡിന് 20% ഓഫ് ഉണ്ടല്ലേ? എന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി പേ ഔട്ട് എടുക്കാൻ പറ്റും ആ സമയം. ഇനി അങ്ങനത്തെ കരപ്പൊന്നുമില്ല, എനിക്ക് വീക്കിലി ആയാലും മതി. പക്ഷെ ഒരിക്കലും ഒരു പേ ഔട്ട് ഇടണമെന്ന് എത്ര ആഗ്രഹമുണ്ടെന്ന് ഞാൻ വീട്ടുകാരെ ഒന്ന് പറയണം. എനിക്കിപ്പോ ഒത്തിരി ആഗ്രഹമുണ്ട് ബൈക്ക് എടുക്കണം. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ബൈക്കും കൊണ്ട് വന്നപ്പോ എനിക്ക് തന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒന്നെങ്കിൽ ഇതല്ലെങ്കിൽ ഇതെടുത്തു കഴിഞ്ഞുള്ള ഒരു $120 ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് എനിക്കറിയാത്തത്. ആരുടെ അടുത്തുനിന്ന് അങ്ങനെ കടം വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും എനിക്കറിയാം. Okay guys, so thanks for watching.
ഇന്നത്തേക്ക് ഇത്രയും മതി. പോയെ മതി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ദിവസം നല്ല ദിവസമായിരുന്നു. അതുപോലെ തന്നെ എത്ര 13-ാം തീയതി കൊള്ളായിരുന്നു, നല്ല ദിവസമായിരുന്നു. എടുക്കും, ഞാനൊരു അക്കൗണ്ട് എടുക്കുമ്പോ ഇങ്ങനൊക്കെ ഒരു ദിവസം കിട്ടണമെന്ന് എന്റെ പ്രാർത്ഥന. നിങ്ങൾ നോക്കണം, എനിക്ക് 2-3 ദിവസം കൊണ്ട് ശരിക്കും അക്കൗണ്ട് എന്താ പറയുക കയറാന്നേ ഉള്ളൂ. ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെ റേഡ് ചെയ്ത ഒരു 500 വെച്ചൊരു 3 hour 500 റിസ്ക് വെച്ച് ഞാൻ 50K ആണ് പറയുന്നത്. 500 റിസ്ക് വെച്ച് ഒരു 3 hour എടുത്തു കഴിഞ്ഞാൽ തന്നെ 150 100 ആവും, 1500 ആവും. ഇങ്ങനെ ഒരു 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പോരുത് എടുക്കാൻ പറ്റും. ഉമ്മാരുടെ പിന്നെ എടുത്താൽ കുറച്ചും കൂടെ ഗുണമുണ്ട്. ഉമ്മാരുടെ ഒരു സ്പെഷ്യൽ സൈറ്റ് ഉണ്ട്, അതിനകത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റും പൂപ്പും ഒക്കെ കിട്ടാൻ പറ്റും. ഈ സംഭവമൊക്കെ കണ്ടില്ലേ, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. വേണേൽ 5 minute കാണാം, ഇവിടെ 1 minute കാണാം. അങ്ങനൊക്കെ സംഭവമുണ്ട്. പിന്നെ സെക്കൻഡ് ചാർട്ട് ഉണ്ട്, വേറെ ടൈം ഫ്രെയിം ചാർട്ട്സ് ഒക്കെ ഉണ്ട്. Okay guys, that's all for the video. So I'm not wasting your time anymore. Okay, so bye.